ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ ഇപ്പോൾ സുഖമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 8-10 ദിവസമൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ടാണേ. നമ്മൾ എഡിറ്റ് ചെയ്താലും വോയിസ് കൊടുക്കാൻ എൻ്റെ സൗണ്ടൊക്കെ അങ്ങനെ ശരിയായി വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഇടയ്ക്കൊരടപ്പ് വരുന്നുണ്ട് കേട്ടോ. വൈകുന്നേര സമയത്തൊക്കെ ഒരടപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചത് ഫസ്റ്റിൽ എനിക്ക് പനിച്ച ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം പറ്റ പനിച്ച് അമ്പി കിടക്കായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഒന്നിങ്ങനെ നീച്ചതാണ്. അന്നത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് തന്നെ അല്ല എന്ന് പറയട്ടെ. ഫസ്റ്റത്തെ ദിവസം അങ്ങനെയായിരുന്നു. രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി കിടക്കുക ചെയ്തിരുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം മരുന്നൊക്കെ കഴിച്ച് ഒന്ന് നീച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തല പൊന്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അടങ്ങി നിൽക്കൂലല്ലോ. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് പോകണം, ഏട്ടന് പണിക്ക് പോകണം. അപ്പോൾ ഇന്ന് രാവിലെ എളുപ്പമുള്ള കടിയാണ് കേട്ടോ. പുട്ടാണെങ്കിൽ എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ദോശയും പുട്ടൊക്കെ എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാ പാൽച്ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വൈകിയൊക്കെയാണ് നീച്ചത്, നേരത്തെ നീച്ചിട്ടൊന്നുമില്ല. 2-3 ദിവസമായിട്ടുണ്ട് നമ്മളെ കടയൊക്കെ തുറന്നിട്ട്. പിന്നെ ഇതാ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് വെച്ചു. പിന്നെ പുട്ടിലേക്കുള്ള നാളികേരം ചിരകിയിട്ടുണ്ട്. പിന്നെ കടലക്കറിയാണ്, അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതാ 2 ദിവസമായിട്ട് നമ്മൾ അടുപ്പിനൊക്കെ ലീവാണ് കേട്ടോ. വിറകൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതൊന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് മരം വെട്ടുന്ന ഏട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, പിന്നെ പനി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പോലെ ഓട്ടോറിക്ഷയിലാണ് തലേ ദിവസം തന്നെ അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത്. അമ്മയാണ് തലേ ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോയത്. അപ്പോൾ ഏതായാലും ഒരു ദിവസം കുടിച്ചപ്പോൾ തന്നെ കുറഞ്ഞൊരു മാറ്റമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഈ വിറകെടുത്ത് വെക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടിയും പറ്റുന്നൊരു ദിവസം, അല്ലെങ്കിൽ ഒരാളെ വിളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും വിറക് നമ്മളെ മുറ്റത്തെത്തിയല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അമ്മ നീച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ അപ്പുറത്ത് മുറ്റടിക്കുകയൊക്കെയാണ്. അമ്മക്ക് എത്ര വയ്യെങ്കിലും ഒരു തല പൊന്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടക്കാൻ തോന്നൂലല്ലോ. നമ്മളെ മക്കളെ കാര്യമൊക്കെ അങ്ങനെ, അടുക്കളത്തെ കാര്യം, ഓരോ പണികൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് കിടക്കാൻ തോന്നൂല. അപ്പം എല്ലാ ജീവനിട്ട് നമ്മൾ നീച്ച് പോരൂലേ. അപ്പം അങ്ങനെ അതാ ഞാൻ നീച്ച് വന്ന് പുട്ടൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരടുപ്പത്ത് അവിടെ കുക്കറിൽ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊരു 2-3 വിസിലടിച്ചപ്പോൾ അത് ഓഫാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ചുകൂടി നാളികേരം ചിരകിയെടുക്കുകയാണ് നമ്മളെ കടലക്കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുട്ട് ചുടൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാൻ അമ്മയ്ക്ക് അത്ര വശമല്ല കേട്ടോ. അമ്മ അങ്ങനെ സ്വയം നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അമ്മ ചെയ്യും കേട്ടോ. പക്ഷേ എങ്കിൽ എങ്ങനെയൊക്കെ ആയാലും നമ്മളെ വീട്ടിൽ പൊടിച്ചാൽ റേഷനരി വെച്ചിട്ടാണെങ്കിൽ ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലാതെ പച്ചരി വെച്ചിട്ട് എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും എനിക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ സോഫ്റ്റായി കിട്ടിയാൽ പിന്നത്തെ പ്രാവശ്യം എന്തായാലും അത് കല്ല് പോലെയാവും കേട്ടോ. ഏട്ടന് പുട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏട്ടൻ പറയലുണ്ട് ഒരു ചുറ്റികയും കൂടെ കൊണ്ടുവരിക എന്ന് പറയലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനിപ്പോൾ പാക്കറ്റ് പൊടിയാണ് വാങ്ങലുള്ളത്. അപ്പോൾ അതാണെങ്കിൽ നല്ലതാണല്ലോ, നല്ല സോഫ്റ്റാണ്. എങ്ങനെ പുട്ടുണ്ടാക്കിയാലും അടിപൊളിയാണ് കേട്ടോ. ഞാൻ പഴം ചേർത്തൊക്കെ ഉണ്ടാക്കലുണ്ട്. നമ്മളെ നേന്ത്രപ്പഴം ഈ നാളികേരം ഇടുന്ന ആ ഒരു സമയത്ത് കുറച്ച് പഴം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മാവ് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ പുട്ടും പഴം ഒപ്പം ആവി കയറി കിട്ടും. നേന്ത്രപ്പഴം പുഴുങ്ങിയ പോലെയാവും കേട്ടോ. അതിലേക്ക് പപ്പടവും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കി കാണിച്ചു തരണ്ട് കേട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യണതായിരിക്കും, നമ്മൾ മസാലപ്പുട്ടൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിരുന്നു. റേഷനരി അല്ലേ, അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് കറികളൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ അമ്മ എന്നോട് വന്നിട്ട് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. മറ്റത് എനിക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ അടുക്കളയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കണത്. അപ്പോൾ അമ്മയോടെയും പറയുക നിങ്ങളൊന്ന് തീ പിടിപ്പിച്ച് ചോറിന് വെള്ളം വെക്കുക എന്നുള്ളത് പറയുമായിരുന്നു. ഇപ്പം പിന്നെ പണ്ടത്തെ പോലത്തെ ആ കാളവണ്ടി അരിയൊന്നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജയ എന്ന് പറയുന്ന ഒരു അരിയാണ് വാങ്ങണത്. അതുകൊണ്ടൊരു പാകത ഉണ്ട് കേട്ടോ അതിൻ്റെ വേവിന്. ഇനിയിപ്പോൾ ഒരു 8 മണിക്കോ 9 മണിക്കൊക്കെ അരി ഇട്ടാലും 1-1.5 മണിക്കൂർ കൊണ്ട് റൈസ് കുക്കറിൽ വെച്ചാലും ആയി കിട്ടും. മറ്റേത് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ തിളപ്പിച്ചേക്ക് ഇറക്കി വെച്ചാലോ, ഇനി അടുപ്പത്താണെങ്കിലും കല്ല് പോലെ അവിടെ കിടക്കും, അത് വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ് നമ്മൾ. അപ്പം അമ്മ തീയൊക്കെ കത്തിച്ചതാക്കണേ, ചോറിന് വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. അമ്മ തീ പിടിപ്പിക്കുന്നത് വേറൊരു മോഡലിലാണ് കേട്ടോ. ഞാൻ ചെയ്യണ പോലെയല്ല അമ്മ തീ പിടിപ്പിക്കുക. അപ്പോൾ എനിക്ക് പലപ്പോഴും അമ്മ കാണിക്കണ കാണുമ്പോൾ അതൊരു എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ ചെയ്താലും അത് ശരിയായി കിട്ടലില്ലേ. ഇപ്പോഴും എൻ്റെ സൗണ്ടിനൊരു അടപ്പുണ്ട് കേട്ടോ. കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ അല്ലേന്ന് എനിക്കറിയില്ല. എന്താണെന്നറിയില്ല, സൗണ്ട് എപ്പോഴും ശരിയായി കിട്ടിയിട്ടില്ല. കഫക്കെട്ട് ശരിക്കും മാറിയിട്ടില്ല. ചുമ അപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്നും എന്താ പറയുക, വായ കൂടൂലായിരുന്നു കേട്ടോ. 2ാമത്തെ പനിയിൽ കേട്ടോ. ഇത് ആദ്യത്തെ പനിയിലെടുത്തതാണ്. 2ാമത് നല്ലോണം നമ്മൾ അമ്പിയിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാനിതാ പുട്ടിലേക്ക് നമ്മളെ പപ്പടം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കടലക്കറിയും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പപ്പടം കാച്ചാൻ കാരണം ഒന്നാമത് ഏട്ടന് ചോറിലേക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛൻ ആരോ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ ഫോണ് കൊണ്ടുവന്നതാണ്, പനീൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഒരാരും എനിക്ക് അങ്ങനെ രാവിലെ വിളിക്കലില്ല. എൻ്റെ തിരക്കും കാര്യമൊക്കെ ആലോചിച്ചിട്ട് ആരും അങ്ങനെ രാവിലെ വിളിക്കലില്ല കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ രാവിലെ വിളിക്കുകയുള്ളൂ. പിന്നെ ഞാനൊരു ഫ്രീ ആവുന്ന സമയത്താണ് ഒരു വിളിക്കലുള്ളത്. അപ്പോൾ ഇതാ കടലക്കറി ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുകയാണ്. നമ്മളെ സവോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ കടല വേവിച്ചെടുക്കലുള്ളത്. ആദ്യമൊക്കെ ഞാൻ കടല വേവിക്കുന്ന സമയത്ത് കിഴങ്ങും കൂടിയും ചേർത്തിരുന്നു. ഇപ്പം എപ്പോഴെങ്കിലുമൊക്കെ കിഴങ്ങ് ചേർക്കലുള്ളൂ കേട്ടോ. പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ കടല അതാ വേവിച്ചത് ഈ ഒരു മസാലയ്ക്ക് ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുത്തു കേട്ടോ. പിന്നെ അതിന്ന് ഇതാ കുറച്ച് കടല ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കടല ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ചേർന്നത് ഇതാ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇതാ എന്താ കറി വെക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു, ആ ചേന കുറച്ച് ദിവസമായി കളച്ച് വെച്ചിട്ട് ഇപ്പം അതിമ്മന്ന് ഒരുപാട് കഷ്ണം എടുത്തിട്ട് നമ്മൾ കറി വെച്ചു കേട്ടോ. അപ്പോൾ അതിമ്മന്ന് ഒരു കഷ്ണം കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അതരിഞ്ഞാൽ നമുക്ക് ഉപ്പേരി വെക്കാമെന്ന് പറയായിരുന്നു. അപ്പോൾ അങ്ങനെ അതാ അമ്മ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചേന അരിയാണ്. ചേന ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടുകും മുളകൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടിയൊക്കെ ചതച്ചിട്ടിട്ട് വെച്ചാൽ അങ്ങനെ ഒരു ടേസ്റ്റാണ്. പിന്നെ നാളികേരം പച്ചമുളകൊക്കെ ചതച്ചിട്ട് അത് അങ്ങനെ ഒരു ടേസ്റ്റാണ്. അപ്പം അമ്മ എന്നാൽ നാളികേരമൊക്കെ ഇട്ടിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാകണേ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വെള്ളമൊക്കെ കടിയിൽ കൊണ്ടുപോയി ഒഴിക്കണം. ഈ ഒരു റേഷനരീൻ്റെ വെള്ളം നമ്മൾ എടുത്ത് വെക്കലില്ല കേട്ടോ, കുടിക്കാനൊന്നും. ആർക്കെങ്കിലും വേണമെങ്കിലോ വിചാരിച്ചിട്ടാണ് വൈകുന്നേരം വരെ എടുത്തേക്കും. രാത്രി നമ്മൾ പാത്രം കഴുകണ ആ ഒരു സമയത്തുള്ളൂ ആ ഒരു വെള്ളം കൊണ്ടുപോയി കളയുക കേട്ടോ. ചില വീട്ടിലൊക്കെ പണ്ടൊക്കെ ആ വെള്ളം രാവിലെ കളയുള്ളൂ എന്ന് പറയലേക്കാട്ടോ. നമ്മളെന്തായാലും വൈകുന്നേരം സമയത്ത് അത് ഒഴിക്കലുണ്ട്. പിന്നെ ഇതാ ഞാനവിടെ കുറച്ച് നാളികേരം ചിരകിയിരുന്നല്ലോ, അപ്പം അത് മിക്സീൻ്റെ ജാറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി വലിയ ജീരകം ഒരല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ കടലക്കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നാളികേരം അതിലേക്ക് കുറച്ച് കടലയും കൂടിയും ചേർത്ത് അരച്ചാൽ നമ്മളെ കറിക്ക് നല്ലൊരു കട്ടിയും ഒരു വെറൈറ്റി ടേസ്റ്റും കിട്ടും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇനിയിപ്പോൾ നാളികേരം ഇല്ലെങ്കിലും ആ കടല മാത്രം അരച്ച് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് നാളികേരം അതിലേക്ക് കുറച്ച് കടലയും കൂടി ചേർത്ത് കൊടുക്കണുണ്ടേ. അപ്പോൾ കടല ചേർക്കുന്ന സമയത്ത് ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സി ചൂടായാലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അതിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കറിയിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എനിക്ക് എന്താ പറയുക, പയറുവർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു കടലയും അതേപോലെ തന്നെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതും നല്ല ഇഷ്ടമാണ് കേട്ടോ. മറ്റേതൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല, കൂടുതൽ ഇഷ്ടം ഇതാണ്. ആ വെള്ളക്കടല ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ്, ഇതിൻ്റെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, അത് വല്ലാതെ അങ്ങോട്ട് വാങ്ങലില്ല. പിന്നെ അമ്മ അതാ അരി ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം അരിയൊക്കെ അളന്നെടുക്കുന്നുണ്ട്. അമ്മ അരി എടുക്കുമ്പോൾ വരെ എന്നോട് ചോദിക്കും കേട്ടോ. അമ്മ എപ്പോഴും അങ്ങനെ അടുക്കളയിൽ കയറി ചെയ്യാത്തതല്ലേ, ഞാൻ ഇല്ലാത്തപ്പോഴും എനിക്ക് വയ്യാത്തപ്പോഴൊക്കെ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം എന്നോട് അരി എത്ര എടുക്കണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും അരിയൊക്കെ എടുത്ത് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ ചേനരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറി അങ്ങനെ ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല. ഉള്ളത് നമ്മളെ ഏട്ടനാണ് കൂടുതൽ നിർബന്ധം, ഏട്ടനും നന്ദൂനും. അപ്പോൾ ഒരിക്കൽ കടലക്കറിയൊക്കെ ഉണ്ട് ചോറിലേക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയായിരുന്നു ചമ്മന്തി ഉപ്പേരിയൊക്കെ മതി അമ്മ എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ അത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ചായയും കടിയും കറിയും ചോറും ഒക്കെ ആയിട്ട് ഇതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ പോയാൽ ഞാൻ പോയി കിടക്കുമെന്ന് പറഞ്ഞിട്ടാണുള്ള പണി എടുക്കൽ കേട്ടോ. എന്താ വെച്ചാൽ അത്രയും വയ്യ. അപ്പോൾ പിന്നെ അമ്മ ഒറ്റയ്ക്ക് ഇടങ്ങാറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കൂടി നീച്ച് വന്നത്. മക്കൾക്കും കൂടി പോവാനുണ്ടാവുമ്പോഴേ രാവിലത്തെ കാര്യം ഒരു റിസ്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അമ്മ കഴുകി വെക്കുന്നുണ്ട്. അപ്പം ഇനി ഏട്ടന് ഞാനൊരു മുട്ടയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മുട്ട ചില്ലി എന്നൊക്കെ ഞങ്ങളിവിടെ പറയും, മുട്ട ചിക്കിയതെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു സവോളയും പച്ചമുളകും ഇതാക്കണ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ചില്ലി എന്നാണ് ഞങ്ങളിവിടെ അതിന് പറയലുള്ളത്, പലരും പല പേരിലാവും പറയുക കേട്ടോ. അപ്പം എന്തായാലും ഇതും കൂടിയാണ് ചോറിലേക്ക് വെച്ച് കൊടുത്താൽ പപ്പടം കടലക്കറിയും ഈ മുട്ട ചിക്കിയതും കൂടി ആക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ആൾക്ക് ഇനിയിപ്പോൾ പുട്ടും കടലക്കറി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ചോറ് തിന്നുമ്പോൾ അതൊന്ന് വേറെ തന്നെയല്ലേ. ഉച്ച സമയത്ത് പണിയെടുത്ത് കുഴങ്ങണ സമയത്ത് ചോറാവുമ്പോൾ അതൊരു ഇഷ്ടം കൂടുതലാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതന്നെ ആക്കി കൊടുക്കുന്നത്. ഏട്ടന് ചായക്കടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇപ്പോൾ പണ്ടത്തെ പോലെ ചായ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരലില്ല കേട്ടോ. നമ്മളെ പായസ കച്ചവടം തുടങ്ങിയത് മുതൽ മക്കളായാലും ഏട്ടനായാലും ആരായാലും എടുത്ത് കഴിക്കും കേട്ടോ. പണ്ടേ എടുത്ത് കഴിക്കുന്ന ഒരാൾ നമ്മളെ അച്ഛനാണ് കേട്ടോ. അച്ഛന് രാവിലത്തെ സംഭവങ്ങളൊന്നും എടുത്തു കൊടുക്കണ്ട. ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരം ചോറൊക്കെ എടുത്തു കൊടുത്താൽ മതി. രാവിലെ ഇനിയിപ്പോൾ ചായയും കടിയും കറി എന്താണെങ്കിലും അത് അച്ഛ കഴിച്ച് അതിൻ്റെ പാത്രങ്ങളൊക്കെ അച്ഛനെ കഴുകി വെക്കും കേട്ടോ. അത് പണ്ടേ അല്ല ശീലമാണ്. അപ്പോൾ ഇവർക്ക് പാത്രം കഴുകി വെക്കുന്ന ശീലമൊന്നുമില്ല, മക്കൾക്കായാലും ഏട്ടനായാലും ഒന്നുമില്ല. പക്ഷേ എങ്കിൽ എടുത്ത് കഴിക്കൽ ഏതായാലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതന്നെ വലിയൊരു ഭാഗ്യമാണ്. മറ്റത് അതും ഞാൻ വേണ്ട ഇങ്ങനെ നോക്കാനേ. ഇപ്പം ഏതായാലും അതൊക്കെ നമ്മളെ മനസ്സിലാക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാവുന്ന സമയത്തും ഒരിടത്ത് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അപ്പം എനിക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ ഒരിടത്ത് കഴിക്കുമ്പോൾ അത് എനിക്ക് എടുത്ത് കൊടുക്കണം എന്നുള്ളൊരു തോന്നലാണ്. ഇപ്പം ഏതായാലും അവർക്ക് അങ്ങനെ ശീലമായി. അപ്പം എന്ത് കറി ഉണ്ടായിട്ടും കാര്യമില്ല, ഏട്ടന് പുട്ടിലേക്ക് പഞ്ചസാരയും പപ്പടവും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അതേപോലെ പഴം അതൊക്കെയാണ് ഇഷ്ടം. കറി കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കൂല. ചിക്കൻ കറി ആണെങ്കിൽ ഓക്കെ, മീൻ കറിയൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് കൂട്ടി കഴിക്കും കേട്ടോ. അപ്പം അങ്ങനെ പഞ്ചസാരയും പപ്പടവും പുട്ടൊക്കെ കുഴച്ചതാക്കണ പാൽച്ചായയും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഏട്ടനുള്ള കറിയൊക്കെയാണ് ഞാൻ ഈ ആക്കണത്. അപ്പോൾ കടലക്കറി മതിയോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയണേ. ഇപ്പോൾ കുറച്ച് തൈരായാലും കുഴപ്പമില്ല, ഒരു ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ അതൊരു ഇഷ്ടം കൂടുതലാണ്. അപ്പം അങ്ങനെ ഒലുക്കുള്ളതൊക്കെ ആക്കണുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം എനിക്ക് പനിച്ച സമയത്തെടുത്ത വീഡിയോ ആണെന്നുള്ളത്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ്, ഈ പനി കഴിഞ്ഞ് ഞാൻ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമ്മളെ കട തുറന്നു കേട്ടോ. കട തുറന്നിട്ട് വീണ്ടും എന്താ പറയുക കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പോയി. പിന്നെ പിറ്റത്തെ ആഴ്ച നമ്മളെ ബുധനാഴ്ച ലീവ് വന്നല്ലോ. ആ ലീവ് വന്ന ദിവസം ഒരുപാട് പണികൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്ത് വൈകുന്നേരം ആയപ്പോഴേക്കും സൗണ്ട് പറ്റങ്ങോട്ട് പോയി. സൗണ്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല. തിളച്ച വെള്ളം ഇങ്ങനെ കുടിക്കുകയായിരുന്നു കേട്ടോ. ആ സൗണ്ട് ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൊണ്ട് ശരിയായി. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഒരുപാട് ടെസ്റ്റുകൾക്കൊക്കെ എഴുതി തന്നു. അങ്ങനെ പിറ്റേ ദിവസം ലാബിൽ ടെസ്റ്റുകൾക്ക് കൊടുത്തു. ടെസ്റ്റൊക്കെ കിട്ടിയപ്പോഴല്ലേ കൗണ്ട് കൂടുതലും അതുപോലെ മൂത്രത്തിൽ പഴുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് ആകെ വയ്യാണ്ടായി. പിന്നെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അമ്മയും അനിയന്മാരൊക്കെ വന്നിരുന്നു. അങ്ങനെ ഏതായാലും വീട്ടിലേക്ക് പോയി. അവിടെ ഒരു 2-3 ദിവസം റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പം കടയ്ക്ക് പോകാൻ തുടങ്ങിയത്. കടയ്ക്ക് പോകാൻ തുടങ്ങിയാലും സൗണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അത് ആവിയൊക്കെ പിടിച്ച് റെഡിയായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ ഗ്യാപ്പ് ഇട്ടത് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് വിളിക്കണേയും മെസ്സേജ് അയക്കണേയും കൂട്ടുകാർക്കൊക്കെ അറിയാം എന്താണെന്നുള്ളത്. ഓരോ എൻ്റെ സൗണ്ട് കേട്ടതുമാണ് കേട്ടോ. എല്ലാവരും എന്നോട് പറയുമായിരുന്നു സംസാരിക്കല്ലേ എന്നുള്ള, സൗണ്ട് കേൾക്കാൻ വയ്യാന്ന് പറയുമായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. അപ്പം അറിയണേയും അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയണത്. അപ്പം എന്തായാലും ഏട്ടൻ്റെ ചായയൊടി കഴിഞ്ഞു. ഏട്ടനുള്ള ചോറും കറികളൊക്കെ ആക്കി ബാഗിലാക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ അനുമോള് നീച്ച് വന്ന് പല്ല് തേക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ അത്ര നേരത്തെ ഒന്നും വിളിക്കൂല കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ എനിക്ക് പോവാണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കും. എത്ര നീക്കാത്തവരാണെങ്കിലും പോയി വിളിച്ചോണത്തു കേട്ടോ. അപ്പം എന്തായാലും ഏട്ടനെ പോകാൻ വേണ്ടിയിട്ട് ആ ബാഗൊക്കെ അവിടെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മിക്സീൻ്റെ ജാറൊരു പണി തന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തിരിപ്പ് ഒരു ലൂസ് വന്നിട്ടുണ്ട് കേട്ടോ അടിഭാഗം. അപ്പോൾ ടൈറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുത്തയക്കുകയാണ്. മിക്സി ഇല്ലാതെ നമുക്ക് പരിപാടി നടക്കൂലല്ലോ, പ്രത്യേകിച്ചും പായസമുള്ള സമയത്ത്. അപ്പോൾ കണ്ണന് ഇവിടെ ചായ കുടിക്കാതിരിക്കുന്നുണ്ട്. ഏട്ടതാക്കണ പോവാൻ 5 മിനിറ്റും കൂടി ഉണ്ട് പറഞ്ഞ് അനുമോളും ഏട്ടനും കൂടി ഇരുന്ന് മൊബൈലിൽ എന്തൊക്കെയോ കാണുമായിരുന്നു. പിന്നെ അതാ ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ ചായ കുടിക്കുന്ന സമയത്ത് കുറേശ്ശെ മുറ്റത്തേക്ക് നമ്മളെ കോഴിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കോഴിയും കാക്കയും ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മളെ പോർച്ചിൽ നമ്മളെ കരിമ്പാണ് കേട്ടോ ഇട്ട് മൂടി വെച്ചിട്ടുള്ളത്. കരിമ്പ് ഇറക്കലുണ്ടല്ലോ, വീട്ടിലാണ് ഇറക്കലുള്ളത്. വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ചിരണ്ടിയിട്ട് കടയ്ക്ക് കൊണ്ടുപോകും. പിന്നെ ആവശ്യത്തിന് അവിടെ നിന്ന് അങ്ങനെ ചിരണ്ടി എടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യലുള്ളത്. ഇപ്പം ഏതായാലും കൂട്ടുകാർ പറഞ്ഞത് മുതൽ നമ്മളെ മക്കൾ ഓരോ യൂണിഫോമൊക്കെ ഓരെന്നെ തേക്കലുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറയായിരുന്നു, നമ്മളെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടന്നെ യൂണിഫോം തേക്കാൻ എനിക്ക് തിരക്കല്ലേ എന്നുള്ളത് ഒരു മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കൾ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം SPCൻ്റെ യൂണിഫോം മാത്രം ഞാൻ തേച്ച് കൊടുക്കും കേട്ടോ. ബാക്കിയൊക്കെ ഇപ്പം നന്ദുവിൻ്റെ ആയാലും ഒക്കെ ഒരു തേക്കലുണ്ട്. അപ്പം അനുമോൾ അതൊക്കെ ചെയ്യണുണ്ട്. പിന്നെ ഇതാ ഞാനും നന്ദും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നന്ദു എൻ്റെ ഒപ്പേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഗുളികയൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പം കണ്ണങ്ങനെ പറയുന്നുണ്ട് അമ്മ ചായ കുടിക്കുക നന്ദുവിൻ്റെ ഒപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിതാ കടലക്കറിയും പുട്ടും പപ്പടമൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ വെട്ടമൊക്കെ കഴിഞ്ഞത് അച്ഛൻ വന്നിട്ടുണ്ട്. വരുമ്പോൾ തന്നെ പേപ്പറാണ് കേട്ടോ നോക്കണത്. ഈ പേപ്പർ വായിക്കുന്നവർക്ക് അതൊരു ഇതായിരിക്കുമല്ലോ. എവിടെ നമ്മൾ അമ്മയായാലും അച്ഛനായാലും അരിച്ച് പെറുക്കി പേപ്പർ വായിക്കും കേട്ടോ. എനിക്കൊന്നും വലിയൊരു താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ് ഈ ഒരു പേപ്പർ വായന. അപ്പം എന്തായാലും അച്ഛൻ അതൊക്കെ വായിക്കുന്നുണ്ട്. നമ്മളെ കണ്ണനാണെങ്കിൽ പോയി. അനുമോൾക്കും നന്ദോനും കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടാണ് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ അവർക്ക് ഇനിയും സമയമുണ്ട്.
അപ്പോൾ ഈ ചായയുടെയും കൂടിയും കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി കിടക്കാൻ. അത്രയും ഒരു ക്ഷീണം തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ നമ്മളെ നന്ദു ഇതാക്കണേ നമ്മളെ ഫോണിൽ ഉപ്പും മുളകൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പരിപാടി, ഉപ്പും മുളകും. അപ്പോൾ അതാ ചായക്ക് ഞാൻ പറഞ്ഞില്ലേ പുട്ടും പപ്പടവും കടലക്കറിയൊക്കെയാണെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കടലക്കറി. പക്ഷെ നമ്മളെ വായേൻ്റെ കയ്പ്പ് കൊണ്ട് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. മക്കളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾ ചായ കുടിക്കുന്ന ആ ഒരു സമയത്ത് അച്ഛൻ വിളിക്കുന്നുണ്ട് കേട്ടോ വർത്താനം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട്, പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്